വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഇന്നുകൊണ്ട് കാണിക്കുന്നത് സ്നാക്സ് ഐറ്റമാണ്. നമുക്കിതെങ്ങനെ ചെയ്യുന്നവിടെ കാണാം. അതിനുവേണ്ടി 2 നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക, 4 ഭാഗമായി മുറിച്ചിട്ട്. പിന്നീട് അതിലേക്ക് 3 ബ്രെഡും ഞാൻ ഇവിടെ ചെറുതായി മുറിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അത് പൊടിച്ച് വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ ചൂടായതിന് ശേഷം 2 സ്പൂൺ ഗീ യൂസ് ചെയ്യുക. പിന്നീട് അതിലേക്ക് കുറച്ച് കാഷ്യും കുറച്ച് ആൽമണ്ട്സുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത് ടൈപ്പ് നട്ട്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പീനട്ട്സ് ആയാലും എന്ത് നട്ട്സ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് അതിലേക്ക് റെഡിയാക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കുക. പഴം ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യാം. പഞ്ചസാര ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ. പഴം അത്യാവശ്യം ഒന്ന് വാടിയതിന് ശേഷം പൊടിച്ച് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ബ്രെഡും പഴം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ജോയിൻ ചെയ്തതായിരിക്കണം. പിന്നെ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ചെറുതായി ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. ഇവിടെ ഇതെല്ലാം ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു മുട്ടയുടെ വയറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഡിപ്പ് ചെയ്തെടുത്ത് അതിന് ശേഷം ഒന്ന് ബ്രെഡ് ക്രംസിൽ നന്നായി കവർ ചെയ്ത് കൊടുക്കുക. എല്ലാം മൊത്തത്തിൽ റെഡിയായതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള ഓയിലേക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. എല്ലാവരും വീട്ടിലും എന്നും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.